നമസ്കാരം. മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം. ഒരു അപകടത്തിൽ ദാരുണമായി മരിച്ച 15 വയസ്സുകാരനായ വിശാലിൻ്റെ ഹൃദയം ഇപ്പോൾ തൃശ്ശൂർ സ്വദേശിനിയായ സന്ധ്യ എന്ന വീട്ടമ്മയിൽ സ്പന്ദിക്കുകയാണ്. ഈ അത്ഭുതം മലയാളികളെ സംബന്ധിച്ച് സാധ്യമാക്കിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണ്. അദ്ദേഹമാണ് ഇന്നത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ്. സ്വാഗതം. 19 ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ, 10,000-ലധികം ഹൃദയ ശസ്ത്രക്രിയകൾ. ഈ രംഗത്തെ താങ്കളുടെ സംഭാവന വിലമതിക്കാനാകാത്തതാണ്. ഹൃദയ ശസ്ത്രക്രിയ രംഗത്തും അതുപോലെ തന്നെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലും നമ്മുടെ മെഡിക്കൽ സാങ്കേതികത എത്രത്തോളം വികസിച്ചിട്ടുണ്ട്? ഹൃദയ ശസ്ത്രക്രിയ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു വാൽവ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ അല്ലെങ്കിൽ കുട്ടികളിൽ ചെയ്യുന്നൊരു സർജറിയാണ്. അത് ഏകദേശം ഒരു കഴിഞ്ഞ 10-15 വർഷമായിട്ട് കേരളത്തിൽ വളരെ സാധാരണമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഈ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗവും സ്പെഷ്യാലിറ്റിയും തുടങ്ങാൻ അല്പം താമസിച്ചു എന്നിരുന്നാൽ പോലും അത് തുടങ്ങിയ ഒരു സാഹചര്യം മുതൽ ഇന്ന് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സാച്ചുറേറ്റഡ് ആയിട്ട്, അതായത് നമ്മുടെ സംസ്ഥാനത്തെ ഹൃദ്രോഗികൾക്ക് എത്ര ശസ്ത്രക്രിയകൾ വേണ്ടി വരുമോ അത്രയും ശസ്ത്രക്രിയകൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾ, ഈ ഹൃദ്രോഗം വരുന്ന രോഗികളിൽ ഒരു ചെറിയ ശതമാനം എൻഡ് സ്റ്റേജ് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഹൃദയ പരാജയം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോകാറുണ്ട്. അത് ചെറിയൊരു ശതമാനമാണെങ്കിലും എണ്ണത്തിൽ വലിയൊരു എണ്ണമായിട്ട് മാറുകയാണ്. അവരുടെ ചികിത്സയാണ് ഇപ്പോൾ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആയിട്ട് വരുന്നത്. അതിൻ്റെ ഒരു അവസാന വാക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. അതിനൊത്തിരി പരിമിതികളുണ്ട്. നമ്മൾക്കറിയാം, നമ്മുടെ അവയവദാനത്തെ പറ്റിയുള്ള നിയമങ്ങൾ പാസ്സാക്കാൻ എടുക്കുന്ന സമയം, അവയവദാനത്തെപ്പറ്റി നമ്മുടെ സമൂഹത്തിന് സന്ദേശങ്ങൾ കൊടുക്കാനെടുക്കുന്നൊരു സമയം, ഒരു അപ്രതീക്ഷിതമായ മരണസമയത്ത് ഒരു വ്യക്തിയുടെ ഹൃദയം അല്ലെങ്കിൽ മറ്റ് അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് ആ കുടുംബത്തിനുണ്ടാകുന്ന ചിന്ത അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കാനുള്ള ഒരു സമയ താമസം, ഇതെല്ലാം ഒരുപക്ഷെ ഈ ഹൃദയം ദാനം ചെയ്യുന്നതിലും ഹൃദയം മാറ്റിവെക്കുന്നതിലും റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വലിയൊരു നമ്പറിൽ വരാത്തതും അതിന് കൂടുതൽ ഒരു ടീം ഓർഗനൈസ്ഡ് വർക്ക് വേണ്ടി വരുന്ന ഒരു സാഹചര്യം. 2003 മെഡിക്കൽ ട്രസ്റ്റിലെ ആദ്യ ശസ്ത്രക്രിയ മുതൽ ഈ 5 ദിവസം മുൻപ് നടന്ന ശസ്ത്രക്രിയ വരെ താങ്കൾ 19 ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ട്. ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ അത് പൂർണ്ണതോതിൽ വിജയകരമാകുന്ന സന്ദർഭങ്ങൾ ധാരാളമായുണ്ടോ? ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ആൾക്ക് പൂർണ്ണ ആരോഗ്യവാനായി പിന്നീടുള്ള ജീവിതം എത്ര കാലം ജീവിക്കാൻ സാധിക്കും? അതിനുത്തരം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്തെന്ന് വെച്ചാൽ, ഹൃദയം മാറ്റിവെക്കപ്പെടേണ്ടി വരുന്ന ആ രോഗി, അവർക്ക് ആ ഹൃദയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ കണക്കനുസരിച്ച് ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം അതിൽ കൂടുതൽ ആയുർദൈർഘ്യം കിട്ടുന്ന ഒരു സാഹചര്യത്തിലല്ല അവരുടെ ഒരു രോഗാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ 6 മാസം ജീവിക്കാൻ സാധ്യതയുള്ളൊരു വ്യക്തിയുടെ ജീവിതം ഒരു 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 6 വർഷത്തേക്കോ നമ്മൾ നീട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള വലിയൊരു കാര്യമാണ്. നമ്മൾക്കറിയാം, മരിക്കാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ ജീവിതം 1 മണിക്കൂർ കൂടി കിട്ടുമായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒത്തിരി രോഗികൾ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആയുർദൈർഘ്യം മുഴുവനായിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാനാവില്ല എന്ന് ഞങ്ങൾക്കും അറിയാം, രോഗികൾക്കും അറിയാം, സമൂഹത്തിനും അറിയാം. എന്നാലും ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം ആ വ്യക്തിയുടെ ജീവിതം ഗുഡ് ക്വാളിറ്റി ലൈഫോടുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം, ഹൃദയം വേറൊരു വ്യക്തിയുടേതാണ്. ഏത് രീതിയിലുള്ള മാച്ചിങ് ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ശരീരം ഏതെങ്കിലും രീതിയിൽ ഈ വരുന്ന ഇൻകമ്മിങ് അവയവത്തെ തിരസ്കരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടി നാം കഴിക്കേണ്ടിയിരിക്കുന്ന മരുന്നുകൾ, അതിൻ്റെ പാർശ്വഫലങ്ങൾ, ആ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻസ്, ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രോഗിയുടെ ആയുർദൈർഘ്യത്തിന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന കുറേ ഫാക്ടേഴ്സ്. അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ടുള്ള ഓരോരോ മാർഗ്ഗങ്ങൾ ഓരോരോ കാലഘട്ടങ്ങളിൽ ശാസ്ത്രം കണ്ടുപിടിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഈ അവയവദാനത്തിൻ്റെ ലൈഫിൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് പണ്ടത്തെക്കാളൊക്കെ വളരെ കൂടിയിട്ടുണ്ട്. പണ്ട് 3-4 വർഷമായിരുന്നു, ഇപ്പോൾ 15, 20, 30 വർഷം വരെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ജീവിക്കുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നോക്കുക ഒരു പക്ഷേ താങ്കൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ താങ്കളുടെ വിരലുകളിലേക്കായിരിക്കും. കാരണം 13,000-ലധികം ഹൃദയങ്ങൾ തുറന്നു വെച്ച് ആ ഹൃദയങ്ങളെ വീണ്ടും ജീവിപ്പിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കൂടി ആ ഹൃദയങ്ങൾ ഏത് തരത്തിലുള്ള ഹൃദയങ്ങളാണ് എന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല, പണക്കാരൻ്റേതാണോ പാവപ്പെട്ടവൻ്റേതാണോ. നിർധനരായ വ്യക്തികളെ സംബന്ധിച്ച് ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എത്രത്തോളം പ്രാപ്യമാണ് നമ്മുടെ
ഇപ്പോഴത്തെ അവസ്ഥയിൽ? ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ അതിന് വളരെയധികം എക്സ്പെൻസ് ഉണ്ടാകുന്ന ഒരു ചികിത്സാരീതിയാണ് എന്നുള്ളൊരു മിഥ്യാധാരണ സമൂഹത്തിലേക്ക് വളരെയധികം വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ 20 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം രൂപ ചിലവാകുന്ന ഒരു ശസ്ത്രക്രിയയായിട്ടാണ് നമ്മളൊരു ലിവർ അല്ലെങ്കിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചിത്രീകരിക്കുന്നത്. ആക്ച്വലി ഈ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്ത ഈ ഹൃദയ ശസ്ത്രക്രിയകൾ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ പോലും ഇതിന് ശസ്ത്രക്രിയയ്ക്ക് മാത്രം വേണ്ടി വരുന്ന ചിലവ് മറ്റ് ഏത് ശസ്ത്രക്രിയയ്ക്കും വരുന്നത് പോലത്തെയുള്ള ചിലവേ ഉള്ളൂ. ഹൃദയ ശസ്ത്രക്രിയ, ബൈപ്പാസ് ശസ്ത്രക്രിയ ഉദാഹരണത്തിന് ഏകദേശം 2 അല്ലെങ്കിൽ 3 ലക്ഷം രൂപ ചിലവ് വരുന്നു. അത്രയും ചിലവ് മാത്രമേ നമ്മൾക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനും വരുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. പിന്നീട് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ചിലവുകളും ഇതിൻ്റെ മരുന്നുകൾ, തുടർ ചികിത്സ, നമ്മൾ നേരത്തെ പറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ ശരീരം തിരസ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ചില ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറയുന്ന മരുന്നുകൾ, ഈ ഹൃദയത്തെ ശരീരം തിരസ്കരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന ബയോപ്സി ടെസ്റ്റുകൾ, അതിൻ്റെ പരിശോധനകൾ, ഇൻ്റർപ്രട്ടേഷൻസ്, ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻസ്, ആ ഇൻഫെക്ഷൻസിനെ തടയാനുള്ള ആൻറ്റിബയോട്ടിക്സ്, ഇതൊക്കെയാണ് നമ്മളുടെ ഈ ചികിത്സാ രീതിയിൽ കൂടുതൽ ചിലവുകൾ വരുന്നത്. അപ്പോൾ അതിനെയെല്ലാം തരണം ചെയ്യാനായിട്ട് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പേഷ്യൻസിൻ്റെ കുടുംബാംഗങ്ങളോട് ഞങ്ങൾ പറയും, നിങ്ങളൊരു 20 lakhs അല്ലെങ്കിൽ 25 lakhs നിങ്ങൾ കരുതി വെച്ചിരിക്കുക. കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇവരെ ഡിസ്ചാർജ് ചെയ്ത് വിടുക, ഒരു ബൈപ്പാസ് ചെയ്ത പേഷ്യൻ്റ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നീട് 5-10 രൂപയുടെ മരുന്നുകൾ ഡെയിലി കഴിച്ചാൽ മതിയാകും, അവരെ ഫോളോ അപ്പ് വല്ലപ്പോഴും ഒരിക്കൽ മതിയാകും. പക്ഷേ ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻസിന് തുടർ ചികിത്സ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതാണ് അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയെ തീരുമാനിക്കുന്നത്. അതിനുള്ള ചിലവുകൾ കൂടി കണക്കിലെടുത്താണ് നമ്മൾ പേഷ്യൻസിനോട് ഒരു 20 അല്ലെങ്കിൽ 25 lakhs കരുതി വയ്ക്കാൻ പറയുന്നത്. പലപ്പോഴും ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 1 മാസത്തെ ഹോസ്പിറ്റൽ സ്റ്റേയും കഴിഞ്ഞ് എല്ലാ മരുന്നുകളും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഒരു 5-6 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ പിന്നീടുള്ള ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് പേഷ്യൻസിനോട് ഈ തുക കരുതി വയ്ക്കാനായിട്ട് നമ്മൾ പറയുന്നത്. ഒരു ഹൃദയം ഒരു ശരീരത്തിൽ നിന്ന് എടുത്താൽ അത് എത്ര സമയത്തിനുള്ളിൽ മറ്റൊരു ശരീരത്തിൽ പിടിപ്പിക്കണം, അങ്ങനെ സമയത്തിൻ്റെ ഒരു നിബന്ധന വല്ലതും ഉണ്ടോ? ഈ എയർ ആംബുലൻസിൻ്റെ ഒരു സാഹചര്യം എത്രത്തോളം നമുക്ക് ഇവിടെ ഈ സമയത്തിൻ്റെ പരിമിതികൾക്കിടയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട്? ഈ ഹൃദയത്തിന് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. മറ്റ് അവയവങ്ങളുമായിട്ട് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ട്, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹൃദയം മാത്രം ഈ വിമാനത്തിൽ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നു? അത് തീർച്ചയായിട്ടും ഞങ്ങൾ സമയത്തോടുള്ള ഞങ്ങളുടെ ഒരു ഫൈറ്റാണ്. ഫൈറ്റിംഗ് അഗൻസ്റ്റ് ദ ടൈം എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഒരു ഹൃദയം ദാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് നമ്മൾ വിടുവിപ്പിച്ചാൽ അത് ലഭിക്കുന്ന അല്ലെങ്കിൽ സ്വീകർത്താവിൻ്റെ ശരീരത്തിൽ വിതിൻ 4 hours സ്പന്ദിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ 4 മണിക്കൂറാണ് ഹൃദയം നിശ്ചലമായിട്ട് നമുക്ക് പ്രിസർവ് ചെയ്യാൻ, ഇസ്കീമിക് ടൈം എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ ഹൃദയത്തിന് രക്തം ലഭിക്കുന്നില്ല, ശരീരത്തിൻ്റെ ചൂട് ലഭിക്കുന്നില്ല. അത് മാറി വെറുതെ നമ്മളൊരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പീസ് ഓഫ് മീറ്റ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് പോലെ നമ്മളൊരു കൂളർ ബോക്സിലേക്ക് വെച്ചിരിക്കുകയാണ്. അതിന് 4 മണിക്കൂർ അല്ലെങ്കിൽ 4.5 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ മാംസപേശികൾക്ക് ഡാമേജ് വരും. പിന്നീട് നമ്മൾ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ അത് സ്പന്ദിക്കാനായിട്ട് മസിൽ ഫംഗ്ഷൻ തിരിച്ച് കിട്ടാൻ പറ്റാത്തത് കൊണ്ട് ഒരു 4 hours ആണ് നമ്മളതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് പറയുന്നത്. ഈ 4 hours കൃത്യമായ ഒരു ശരീരത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇത് ബീറ്റ് ചെയ്യും അല്ല, ഹൃദയം നമ്മൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഹൃദയത്തെ നിശ്ചലമാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉദാഹരണത്തിന് ഹൃദയം നൽകുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം എടുക്കുന്നതിന് മുമ്പ് സാധാരണ വ്യക്തിയുടേതുപോലെ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ നമ്മളൊരു പ്രത്യേക ലായനി ആ ഹൃദയത്തിലെ രക്തധമനികളിലേക്ക് കടത്തിവിടും. കാർഡിയോപ്ലീജിയ എന്നാണ് ഞങ്ങളതിന് പറയുന്നത്. പ്ലീജിയ എന്ന് പറഞ്ഞാൽ അറിയാം, പരാലിസിസ് ആണ്. അതായത് നമ്മളതിനെ നിർത്തുകയാണ്, ഹൃദയത്തിൻ്റെ സ്പന്ദനത്തെ നമ്മൾ നിർത്തുന്ന ആ സൊല്യൂഷന് തന്നെ ഒരു 5 degree സെൻറ്റിഗ്രേഡിൽ തണുപ്പിച്ചൊരു ലായനിയാണത്. അപ്പോൾ ഈ ലായനി ഹൃദയത്തെ നിർത്തുകയും അതിനെ തണുപ്പിക്കുകയും ചെയ്യും. നമുക്കറിയാം, നമ്മൾ ഫുഡ് പ്രിസർവ് ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ ഫ്രീസറിൽ വെച്ചിട്ടോ ആണ്. എന്ന് പറയുന്ന പോലെ നിർത്തി തണുപ്പിച്ച് തണുത്ത ദ്രാവകത്തിൽ ഒരു പാത്രത്തിൽ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ വെച്ച് അതിന് ചുറ്റും നമ്മൾ ഐസിട്ട്, അങ്ങനെ പല ലെയേഴ്സ് ഓഫ് ഐസിട്ട് നമ്മളൊരു സ്റ്റില്ലായിട്ട്, അതായത് ഒരു നിശ്ചലമായ ഒരു ഹൃദയത്തെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആ നിശ്ചലമാക്കുക വഴി ഹൃദയത്തിന് പ്രവർത്തിക്കാൻ എനർജിയുടെ ആവശ്യമില്ല. തണുപ്പിക്കുക വഴിയിട്ട് ഹൃദയത്തിൻ്റെ മാംസപേശികളെ നമ്മൾ ഭക്ഷണപദാർത്ഥങ്ങൾ പ്രിസർവ് ചെയ്യുന്ന പോലെ പ്രിസർവ് ചെയ്യുന്നു. പക്ഷേ ഈ പ്രിസർവേഷനും തണുപ്പിക്കലും എല്ലാം ഹൃദയത്തെ തിരിച്ച് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു 4 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഡിലേഡ് ആയിക്കഴിഞ്ഞാൽ ആ പ്രവർത്തനം തിരിച്ച് വരത്തില്ല എന്നുള്ളതാണ്. സ്പന്ദിക്കുന്നില്ല ആ സമയത്ത്. നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നിശ്ചലമായ ഹൃദയത്തെ തണുപ്പിച്ച് പ്രിസർവ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അത് അവയവ മാറ്റം സംബന്ധിച്ച് ഒരു സ്റ്റിഗ്മ ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ചെറുപ്പക്കാരാകാം, കുട്ടികളാകാം, വളരെ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനമാണല്ലോ ഇത്. അതിപ്പോഴും ഒരു പ്രശ്നമായി നമ്മുടെ സമൂഹത്തിലുണ്ടോ? അത് അവയവദാനം തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കേരളത്തിൽ. ഇപ്പം മസ്തിഷ്ക മരണത്തിന് ശേഷം കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ടാണ് അത് വളരെ പോപ്പുലറായിട്ട് വന്നിരിക്കുന്നത്.
തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളിലും, പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഈ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, പ്രത്യേകിച്ച് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ അതെപ്പോഴും ഒരു സോഷ്യൽ സ്റ്റിഗ്മ ആയിരുന്നു. കാരണം പലപ്പോഴും പേഷ്യൻസിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഇത് ശരിക്കും ഒറിജിനലി ഒരു ബ്രെയിൻ ഡെത്ത് ആണോ, ഇത് വേറൊരു ഒപ്പീനിയൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾക്ക് ചെയ്ത് ഈ കുട്ടിയെ അല്ലെങ്കിൽ ഈ വ്യക്തിയെ നമ്മൾ ജീവനത്തിലേക്ക് കൊണ്ടുവരാമോ എന്നുള്ള സംശയങ്ങൾ, അത് നമ്മുടെ സംശയങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമ്മളുടെ ഒരു വളരെ ബന്ധത്തിലുള്ള ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞ് നമ്മൾ മരിച്ചു, ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും നമ്മുടെ ചിന്ത വേറൊരു സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ തേർഡ് ഒപ്പീനിയൻ എടുക്കുന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കും. അത് മറികടന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നീടുള്ളത് നമ്മൾ ആ മരണത്തെ നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരു 15 വയസ്സുള്ള ഒരു മകൻ പിതാവിന് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ആ മരണം പോലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ, മകനെ വിട്ടുപിരിയാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ അവൻ്റെ ഹൃദയം എടുത്തു കൊടുക്കാൻ അനുമതി നൽകുക എന്ന് പറയുന്നത് ഒരു മാനുഷികമായിട്ടുള്ള വികാരങ്ങൾക്ക് അപ്പുറമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് പൊടുന്നനവേ ഒരു വ്യക്തിക്ക് അത് എടുക്കാനാവില്ല. തീർച്ചയായിട്ടും അവരോട് നിരന്തരമായ സംസാരവും കൗൺസിലിങ്ങും അവരുടെ ആ നഷ്ടപ്പെട്ടു പോയ വ്യക്തിയുടെ ജീവിതം നമുക്ക് വേറൊരു വ്യക്തിയിലൂടെ കാണാമെന്നുള്ളൊരു പ്രത്യാശയും അതെല്ലാം അവർക്ക് കൊടുക്കുക വഴിയിട്ടാണ് നമ്മൾ അവയവദാനത്തിന് വേണ്ടിയിട്ട് ഒരു കളം ഒരുക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രേക്ഷകരുണ്ടാവാം. ഏറ്റവും നിർധനരായിട്ടുള്ളവരുണ്ടാവാം, സമ്പന്നരായിട്ടുണ്ടാവും. ആശുപത്രി മുറിയിൽ വെച്ച് ഏത് നിമിഷം നിങ്ങൾക്ക് തീരുമാനമെടുക്കാം, ഹൃദയമാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ളൊരു ചിന്ത ഏത് നിമിഷം നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാവാം എന്ന് പറയാൻ കഴിയും. ഹൃദയം സ്വീകരിക്കേണ്ട ഒരു വ്യക്തി പലപ്പോഴും ഹൃദ്രോഗവുമായിട്ട് വർഷങ്ങളോളം മല്ലിട്ട് ജീവിച്ചിരുന്നൊരു വ്യക്തിയായിരിക്കാം. അവർ പല ആശുപത്രികളിലും പല ഡോക്ടർമാരെയും കണ്ട് വർഷങ്ങളോളം മരുന്നുകൾ കഴിക്കുകയും അതിനുശേഷം പേസ് മേക്കർ ഇടുകയും അങ്ങനെ എല്ലാം എക്സോസ്റ്റ് ചെയ്തിട്ട് അവസാനം ഇരിക്കാനും നടക്കാനും കിടക്കാനും പറ്റാത്തൊരവസ്ഥയിൽ പലപ്പോഴും നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, അവർ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നു, അവർ ഏങ്ങലടിക്കുന്നു. അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യത്തിലാണ് ഒരു 90% വ്യക്തികളും ഞങ്ങളുടെ അടുത്ത് വരുന്നത്. പലപ്പോഴും മറ്റു ഡോക്ടർമാർ അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ അവസാനത്തെ ഒരു പ്രതീക്ഷയാണ് ഹൃദയം മാറ്റിവെക്കൽ. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യത്തിൽ പലപ്പോഴും നിങ്ങളുടെ ചികിത്സ ഹൃദയം മാറ്റിവെക്കലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഹൃദയമാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അവർ പലപ്പോഴും അത് അംഗീകരിക്കുന്നതിന് മടി കാണിക്കാറില്ല. കാരണം അവരുടെ ബുദ്ധിമുട്ടുകൾ അത്രമാത്രം സിവിയർ ആയിരിക്കും. ഒരു അവയവം വേണം എന്ന് പറയുമ്പോഴത്തേക്ക് ആ തീരുമാനം അവർ അംഗീകരിക്കാറുണ്ട്. അതിനേക്കാൾ ഒരു പക്ഷേ കൂടുതൽ ബുദ്ധിമുട്ട് നമുക്കുള്ളത് ഒരു അവയവം ദാനം ചെയ്യുന്ന ഒരു കുടുംബത്തെയും അവരുടെ ബന്ധുക്കളെയും അവയവദാനത്തെപ്പറ്റി കൺവിൻസ് ചെയ്യിപ്പിക്കാനായിരിക്കാം. ഈ തിരുവനന്തപുരത്ത് അഭിഭാഷകനായ നീലകണ്ഠ ശർമ്മയുടെ ഹൃദയം മാറ്റിവെച്ചത്, അതിനുശേഷം നിരവധി ശസ്ത്രക്രിയ ഇത്തരത്തിൽ നടന്നിട്ടുണ്ട്. ആ മരണത്തിന് ശേഷം അല്ലെങ്കിൽ നീലകണ്ഠ ശർമ്മയുടെ അവയവം മാറ്റിയതിന് ശേഷം ഈ ബന്ധുക്കളിൽ, ഈ മരണപ്പെടുന്ന ആളുകളെ അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന ബന്ധുക്കളുടെ ആളുകളിൽ ഈ ഹൃദയം മാറ്റുന്നതിന് അല്ലെങ്കിൽ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കുറച്ചുകൂടി അവബോധം ഈ ബന്ധുക്കൾക്കിടയിൽ ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞങ്ങൾ ഈ അവയവം സ്വീകരിക്കാൻ പോകുമ്പോഴും അവയവം മാറ്റിവെക്കുമ്പോഴും എല്ലാം മാധ്യമങ്ങളുടെ ഒരു സഹകരണം ഞങ്ങൾ എപ്പോഴും വെൽക്കം ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം ആ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചരിത്ര സംഭവമായിരുന്നു. കാരണം ഒരു എയർലിഫ്റ്റ് ചെയ്ത് വരിക, അവയവം ഇത്ര സമയത്തിനുള്ളിൽ വരിക, ഒരു വളരെ നാടകീയമായ രീതിയിൽ എല്ലാ ചാനലുകളും മാധ്യമങ്ങളും അതിനെ ചിത്രീകരിച്ചു. അതൊരു കേരള സംസ്ഥാനത്തിലെ മിക്കവാറും ആളുകളൊരു ശ്വാസം അടക്കി വെച്ച് കണ്ടുനിരുന്ന ഒരു നിമിഷങ്ങളായിരുന്നു. അപ്പോൾ അവയവദാനത്തിൻ്റെ പ്രത്യേകതയും അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പല ടീം മെമ്പേഴ്സ്, ഡോക്ടർമാർ മാത്രമല്ല, ഡോക്ടർമാർ ഇതിനകത്തൊരു ചെറിയ ഭാഗം മാത്രമാണ്. അവയവം ദാനം ചെയ്യുന്നവർ മുതൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർമാർ, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ മുതൽ നേവിയുടെ എയർക്രാഫ്റ്റും നേവൽ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, ആംബുലൻസ്, കളക്ടർ, ചീഫ് മിനിസ്റ്റർ, എല്ലാ രീതിയിലുമുള്ള ഒരു വലിയൊരു ഇടപെടലായിരുന്നു അവിടെ ഉണ്ട്. ഒരു ഹ്യൂജ് ടീം വർക്ക്. അതിനകത്ത് ഒരു വലിയൊരു ഒരു ചെയിനാണ്, ഒരു ചെയിൻ ഓഫ് ആക്ഷൻ. അതിനകത്ത് ഒരു ബീഡ് അല്ലെങ്കിൽ ഒരു കരു വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ചെയിൻ പൊട്ടും. അപ്പോൾ അങ്ങനെ പൊട്ടാത്ത രീതിയിൽ എല്ലാ കരുക്കളും ഒരുമിച്ച് വന്ന് വീണ ഒരു സാഹചര്യമായിരുന്നു നീലകണ്ഠ ശർമ്മയുടെ. ഒരു സർക്കാരിൻ്റെ ഇടപെടൽ ഇതിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് അതിന്? ഈ എയർ ആംബുലൻസ് പോലെയുള്ള സംവിധാനങ്ങൾക്ക് സർക്കാരിൻ്റെ അനുമതി വല്ലതും വേണോ? തീർച്ചയായിട്ടും എയർ ആംബുലൻസ് നേവിയുടേതാണ്. എന്നിരുന്നാലും അവരുടെ നിയമങ്ങളനുസരിച്ച് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ കീഴിലാണ് നേവിയുടെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കേണ്ടത്. ഡിസ്ട്രിക്ട് കളക്ടർ ഈസ് അണ്ടർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ തീർച്ചയായിട്ടും ഡിസ്ട്രിക്ട് കളക്ടറിന് എടുക്കാവുന്നൊരു തീരുമാനം ആണ്. എന്നിരുന്നാൽ തന്നെയും മിനിസ്ട്രിയിൽ നിന്നൊരു റിക്വസ്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിന് കൂടുതൽ സാധുത ലഭിക്കുകയാണ്. അതുപോലെ തന്നെ പോലീസിൻ്റെ എസ്കോർട്ട്, നമ്മൾ ഗ്രീൻ കോറിഡോർ എന്ന് പറയും,
ഇത്തവണ തന്നെയാണെങ്കിൽ നമ്മൾ നേവൽ എയർപോർട്ടിൽ നിന്ന് ലിസി ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഒരു റോഡിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഏകദേശം 8 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റും. അത് തീർച്ചയായിട്ടും ഒരു പോലീസിൻ്റെ വലിയൊരു സഹകരണമാണ്. ദാറ്റ് ഈസ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലുള്ള ഒരു വിഭാഗമാണിത്. അതുകൊണ്ട് അങ്ങനത്തെയുള്ള ഒരു ഗവൺമെൻറ്റൽ സപ്പോർട്ടും മിനിസ്റ്റേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ്മെൻറ്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും. ടൈം ടാർഗറ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഡോക്ടറുടെ വിരൽത്തുമ്പുകളെ ഒപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് മറ്റ് സൗകര്യങ്ങളെല്ലാം ഒത്തുചേരുന്നത്. ഇതിൽ ഇന്ത്യയിൽ 2 തവണ ഒരു വ്യക്തിയിൽ തന്നെ ഹൃദയം മാറ്റിവെച്ച് വിജയകരമായി ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ ഒരു ചരിത്ര നേട്ടം താങ്കളിലുണ്ട്. അങ്ങനെയുള്ള ചരിത്ര നേട്ടങ്ങൾ ആവർത്തിക്കാൻ കഴിയുമെന്ന് നമുക്ക് അത് ഒരു ആവർത്തനത്തിന് സാധ്യതയുള്ള വസ്തുതാപരമായ ഒന്നാണോ? ആദ്യത്തെ പ്രാവശ്യം പോലെ സംഭവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു റയർ കോയിൻസിഡൻസ് എന്ന് നമ്മൾ പറയും. അത് പലപ്പോഴും നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു നോക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് സംഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ, ഇത് ഹൃദയ ശസ്ത്രക്രിയ ആകണമെന്നില്ല, നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, ഇല്ലയോ? ഒത്തിരി കാര്യങ്ങൾ അത് പരിസമാപ്തിയിൽ കഴിയുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ഇന്ന കാര്യങ്ങൾ ഒരുമിച്ച് ആ സമയത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണല്ലോ ഐ കുഡ് ഡു ദിസ് എന്ന് ചിന്തിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ മെഡിസിനും ഇതുപോലത്തുള്ള അവയവദാനങ്ങളും. ഗിരീഷിനെ സംബന്ധിച്ചിടത്തോളം ഗിരീഷിന് ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആ ഹൃദയം പരാജയപ്പെട്ടപ്പോൾ 2 പ്രാവശ്യമാണ് പുള്ളിക്ക് കാർഡിയക് അറസ്റ്റ് വരുന്നത്, ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ. ആദ്യത്തെ പ്രാവശ്യം ഏകദേശം 45-50 മിനിറ്റോളം ഞങ്ങൾക്ക് ചെസ്റ്റിൽ പ്രസ് ചെയ്ത് റിവൈവ് ചെയ്യേണ്ടി വന്നു. അത് വെൻറ്റിലേറ്ററിൽ കയറി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വെൻറ്റിലേറ്ററിൽ നിന്ന് അദ്ദേഹം മാറി. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ നില വളരെ ഗുരുതരമാണെന്നും ഇനിയൊരു ജീവിതം അദ്ദേഹത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ഹൃദയത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ 2ാമത്തെ കാർഡിയക് അറസ്റ്റ് വന്ന് ഞങ്ങളെല്ലാവരും വളരെ ബുദ്ധിമുട്ടോടെ ഇദ്ദേഹത്തെ റിവൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലെ സംശയിച്ച് അദ്ദേഹത്തിൻ്റെ റിവൈവിനോട് ശ്രമിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തെ ഹൃദയം തിരിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങളുടെ ടീം ഓഫ് ഡോക്ടേഴ്സ് റൂമിൽ നിന്ന് സംസാരിക്കുന്ന സമയത്താണ്, ആ സമയത്ത് തന്നെയാണ് 36 വയസ്സുകാരൻ മസ്തിഷ്ക മരണം സംഭവിച്ചൊരു വ്യക്തി അവയവദാനത്തിന് തയ്യാറാണെന്ന് സംസ്ഥാന ഗവൺമെൻറ് അറിയിപ്പ് വരുന്നത്. അതിനേക്കാൾ വലിയൊരു ദൈവികമായിട്ടുള്ളൊരു ഇടപെടൽ എന്ന് നമുക്ക് പറയാം. ഒരു അദൃശ്യ ശക്തി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ മനുഷ്യന് 2ാമതൊരു ജീവിതം കിട്ടുമെന്നും കൊടുക്കണമെന്നും അദ്ദേഹത്തിൻ്റെ വിധിയിലുണ്ടായിരുന്നിരിക്കാം. അതിനെല്ലാം ഞങ്ങളെ കരുക്കളാക്കി. ആ സമയത്ത് വേറൊരു വ്യക്തി മസ്തിഷ്ക മരണം സംഭവിക്കുന്നു, ഇതേ ഗ്രൂപ്പാകുന്നു, അവയവം ദാനം ചെയ്യാൻ തയ്യാറാകുന്നു. ഞങ്ങളുടെ ആശുപത്രിക്ക് തൊട്ടടുത്തുള്ളൊരു ആശുപത്രിയിൽ അത് അവയവദാനം നടക്കുന്നു. അന്ന് രാത്രിയിൽ തന്നെ നമുക്ക് 2ാമതൊരു ഹൃദയം, അതായത് 3ാമത്തെ ഹൃദയവുമായിട്ട് ഗിരീഷ് ഇപ്പോൾ 2.5 വർഷത്തിന് ശേഷം ജീവിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ ഹൃദയാരോഗ്യം കൈകാര്യം ചെയ്യുന്ന ധാരാളം ആശുപത്രികളുണ്ട്. കേരള സമൂഹത്തിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗാതുരത ജീവിതശൈലിയുമായി കൂടി ബന്ധപ്പെട്ടതായതുകൊണ്ട് കൂടുതലാണോ? കേരളം നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അനുസരിച്ച് വളരെ വ്യക്തമായ റിപ്പോർട്ടുകൾ നമ്മൾക്കില്ല എന്നുണ്ടെങ്കിലും ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏഷ്യൻ പോപ്പുലേഷനിൽ വെസ്റ്റേൺ പോപ്പുലേഷനേക്കാൾ കൂടുതൽ ഹൃദ്രോഗമുണ്ട് എന്നുള്ളത് എല്ലാ പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യ ഒരു കാർഡിയക് ഡിസീസിൻ്റെ ക്യാപിറ്റലാണ് എന്ന് പലപ്പോഴും വെസ്റ്റേൺ രാജ്യങ്ങളിലെ ഡോക്ടർമാർ പറയാറുണ്ട്. നമുക്കൊരു എക്സാക്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല, എന്നിരുന്നാലും നമ്മളുടെ ജീവിതശൈലിയും നമ്മളുടെ സ്ട്രെസ് ഓഫ് ലൈഫും നമ്മളുടെ ഒരു ഇൻഹറൻ്റായിട്ടുള്ള ഒരു ബിൽറ്റും എല്ലാം ഹൃദയ രോഗം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലുള്ള ഒരു ജനറ്റിക് പ്രെഡിസ്പോഷനാണ് നമ്മളുടെ ഏഷ്യൻ സമൂഹത്തിന്, പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തിനുള്ളത്. അതിലേറ്റവും കൂടുതൽ ഹൃദ്രോഗം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കേരളത്തിലാണ്. ഹൃദയത്തോടൊട്ടും ദയ കാണിക്കാത്തവരാണ് മലയാളികൾ എന്ന് പറയാവുന്ന അവസ്ഥയിലാണോ? ഹൃദയത്തോട് ദയ എന്ന് പറയുന്നത് ഹൃദയത്തെപ്പറ്റി പലരും ചിന്തിക്കാറില്ലെന്നുള്ളതാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മളുടെ ആ ജീവിതത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ നമ്മെ തന്നെ മറക്കുന്ന ഒരു ജീവിതശൈലിയിലാണ് കേരളത്തിലെ ആളുകൾ പോകുന്നത്. പലപ്പോഴും നമ്മൾ ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ഇടപെടുകയും നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ മറന്നു പോവുകയും ചെയ്യുന്നൊരു ജീവിതശൈലി. അപ്പോൾ അത് ജീവിത വിജയത്തിന് നമ്മൾ കിടന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ വി ഡോണ്ട് റിലാക്സ്, വി ഡോണ്ട് എക്സസൈസ്, വി ഡോണ്ട് ടേക്ക് കെയർ ഓഫ് അവർ ഫുഡ്, അങ്ങനത്തെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അശ്രദ്ധരായി പോകുന്നുണ്ട്. ഡോക്ടറുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇതൊന്നും ഒറ്റ സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല. വളരെ വർഷങ്ങളുടെ കൈത്തഴക്കം, പരിചയം, അനുഭവ സമ്പത്ത്, ഇതിനു വേണ്ടി മാനസികമായിട്ട് ഒരുങ്ങിയ ദിവസങ്ങൾ, അതിൻ്റെ ആദ്യഘട്ടങ്ങൾ, അതിൻ്റെയൊക്കെ ഓർമ്മകളുണ്ടോ? ഞാൻ 1986 കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായിട്ട് ഇംഗ്ലണ്ടിലേക്ക് ഉപരിപഠനത്തിന് പോവുകയാണ്. ആ സമയത്ത് എൻ്റെ ഗുരുനാഥനായിരുന്ന ഡോക്ടർ ചന്ദ്രമോഹൻ സാറ്, ഇപ്പോഴും ഒരു ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനാണ്, അദ്ദേഹം
കൊല്ലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഡോക്ടർ ജോസ് എന്തിനാണ് നാട്ടിലേക്ക് പോകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഹാർട്ട് സർജറിയിൽ കൂടുതൽ ട്രെയിനിങ് വേണം, പിന്നെ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളത് തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്തണമെന്നുള്ളൊരാഗ്രഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് തന്നെ എൻ്റെ സ്വപ്നങ്ങളിൽ ഈ ഹാർട്ട് മാറ്റിവെക്കുന്നതിനെപ്പറ്റി ചിന്തയുണ്ടായിരുന്നു. ഞാൻ വെറും ഒരു MBBS ഡോക്ടറായിരുന്നു. ഒരു ഹാർട്ട് സർജറിയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയാത്ത ഒരു കാലഘട്ടത്തിൽ മുതലേ എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന 1996-ലാണ്. ആ കാലഘട്ടത്തിൽ വരികയും ഒരു ഹാർട്ട് ഡോക്ടർ അല്ലെങ്കിൽ ഹാർട്ട് സർജൻ എന്നുള്ള നിലയിൽ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്ന ആ കാലഘട്ടങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കേരളത്തിൽ ഹൃദയം ഓപ്പൺ ഹാർട്ട് സർജറി നടക്കാത്തൊരു കാലഘട്ടമാണ്. ശ്രീചിത്രയിൽ 1-2 ഹൃദയ ശസ്ത്രക്രിയകൾ നടന്നു. ബാക്കി എല്ലാ പേഷ്യൻസും വന്ന് ചെന്നൈയിലേക്കും ബോംബെയിലേക്കും പശ്ചാത്തല രാജ്യങ്ങളിലേക്കും പോകുന്ന ഒരു സമയത്ത് ബേസിക് ആയിട്ടുള്ള ബൈപ്പാസ് ഓപ്പറേഷൻ പോലും നടക്കാത്തൊരു കാലഘട്ടത്തിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ബൈപ്പാസ് പ്രോഗ്രാം കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു പ്രാഥമികമായിട്ടുള്ളൊരു ആവശ്യം. അത് വിജയകരമായിട്ട് ചെയ്തതിന് ശേഷമാണ് 2000-2001 കാലഘട്ടങ്ങളിലാണ് ഞാൻ ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു പ്രോജക്റ്റിനെ പറ്റി ഞങ്ങളുടെ അന്നത്തെ ഡയറക്ടറോട് സംസാരിക്കുകയും അങ്ങനെ ഒരു ടീമിനെ ഞാൻ ബിൽഡ് ചെയ്തു. ആദ്യം ഒരു ടീം ബിൽഡിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദാറ്റ്. ഈ ആൻജിയോപ്ലാസ്റ്റിയുടെ വിജയ ശതമാനം, അതിൻ്റെ പൂർണ്ണത എത്രമാത്രമാണ്? അതിൽ ഉയരുന്ന ചില പരാതികൾ, ഒന്ന് ഗുണനിലവാരമില്ലായ്മ, അതായത് സ്റ്റെൻറ്റുകൾക്ക് വേണ്ടത്ര ഗുണനിലവാരമില്ലായ്മ ഉണ്ട് എന്നുള്ളതും, അതുമാതിരി തന്നെ ഇതിൻ്റെ പണം പെരുപ്പിച്ച് കാണിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ പണം കൊടുക്കേണ്ടി വരുന്നു തുടങ്ങിയ പരാതികളൊക്കെ ചില രോഗികളെങ്കിലും ഉന്നയിക്കാറുണ്ട്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന പലപ്പോഴും പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ബൈപ്പാസിനേക്കാളൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നമ്മൾ ആരെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്ന്, ഡോക്ടർ നിങ്ങൾക്ക് 3 ബ്ലോക്ക് ഉണ്ട്, വേണമെങ്കിൽ ബൈപ്പാസ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പേഷ്യൻ്റ് ഒരു ആൻജിയോപ്ലാസ്റ്റിയോടായിരിക്കും കൂടുതൽ ഒരു അടുപ്പം കാണിക്കുക. കാരണം അവർക്ക് പെട്ടെന്ന് അത് ചെയ്ത് 2 ദിവസം കൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് 3-ാമത്തെ ദിവസം ഓഫീസിൽ വന്നിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. അങ്ങനത്തെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ആശുപത്രിയോ ഡോക്ടർമാരോ അല്പം ഒരു ക്യാഷൻ ചെയ്യാനോ ഒരു മുതലെടുക്കാനുള്ള ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം പെട്ടെന്ന് റിക്കവർ ചെയ്യുന്നൊരു സിറ്റുവേഷൻ, ബൈപ്പാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു 2.5 മാസം 3 മാസത്തെ റിക്കവറി പീരീഡ് വരും എന്ന് ചിലപ്പോൾ ഡോക്ടർമാർ പറയുമ്പോഴത്തേക്കും അതൊരു അട്രാക്റ്റിംഗ് പേഷ്യൻസ് ടുവേഴ്സ് ആൻജിയോപ്ലാസ്റ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. സ്റ്റെൻറ്റിൻ്റെ കാര്യം എടുത്തു കഴിയുമ്പോഴത്തേക്കും സ്റ്റെൻറ്റ് ഓരോ കാലഘട്ടം, ഒരു 10 വർഷം മുമ്പ് ഏറ്റവും നല്ല സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടിരുന്ന പേഷ്യൻസ് പിന്നീട് വരുമ്പോഴത്തേക്കും അത് നമ്മൾ വിചാരിച്ചിരുന്ന അത്രയും നല്ലതായിരുന്നില്ല എന്ന് നമുക്ക് തെളിയാറുണ്ട്. അത് മെഡിക്കൽ രംഗത്ത് മാത്രമല്ലല്ലോ. പേസ് മേക്കറിൻ്റെ അപ്പുറത്തുള്ള, അതായത് സമ്പൂർണ്ണമായ കൃത്രിമ ഹൃദയം എന്നുള്ളത് ഒരു സാധ്യതയാണ്. തീർച്ചയായിട്ടും അത് നടക്കുന്നുണ്ട്. ഇറ്റ്സ് ഓൾറെഡി ദെയർ. നമുക്ക് 2 രീതിയിലുള്ള കൃത്രിമ ഹൃദയങ്ങളാണുള്ളത്. ഒന്ന് പാർഷ്യലായിട്ട് ചില അറകളുടെ മാത്രം പ്രവർത്തനം ഏറ്റെടുക്കുന്നത്, അതിന് അസിസ്റ്റ് ഡിവൈസ് എന്നാണ് പറയുന്നത്. ഈ അസിസ്റ്റ് ഡിവൈസ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിൻബലത്തോടുകൂടി വ്യക്തിക്ക് ജീവിക്കാനാവും. പിന്നീട് ഇദ്ദേഹത്തിന് ചേരുന്ന ഒരു ഹൃദയം ലഭിക്കുമ്പോഴത്തേക്കും ഈ ഡിവൈസ് എടുത്തു മാറ്റി ഹൃദയം മാറ്റിവെച്ച് അദ്ദേഹത്തിന് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാവും. ബ്രിഡ്ജ് ടു ട്രാൻസ്പ്ലാന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഹൃദയത്തെ ടോട്ടൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് എന്ന് പറയും, TAH എന്ന് പറയും. ഹൃദയത്തിൻ്റെ 2 പമ്പിങ് അറകളും അതിൻ്റെ വാൽവുകളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കൃത്രിമ ഹൃദയം. അതൊരു 4-5 വർഷം മുമ്പ് പുതിയൊരു കൃത്രിമ ഹൃദയം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലൊക്കെ തലക്കെട്ടായി വന്നിരുന്നതാണ് ഫ്രാൻസിൽ. അതെല്ലാം ഇപ്പോൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ വിജയ ശതമാനങ്ങൾ വളരെ കുറവാണ്. അതിൻ്റെ കോസ്റ്റ് പ്രൊഹിബിറ്റീവ്ലി ഹൈ ആണ്. ഓരോ തവണയും ഹൃദയത്തിൽ കൈവയ്ക്കുന്നതിന് മുൻപ് എന്താണ് താങ്കൾ മനസ്സിൽ വിചാരിക്കുക? അത് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇനീഷ്യൽ ട്രെയിനിങ്ങിൽ നമ്മൾ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൃദയത്തെ കാണുമ്പോൾ പോലും ഒരു ത്രില്ലായിരുന്നു. ഒരു ഹാർട്ട് കാണുക എന്ന് പറയുന്നത് പലപ്പോഴും ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നഴ്സസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒബ്സർവേഷൻ വരുമ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഹൃദയത്തെ നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത്. അത് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഒരു യാന്ത്രികമായിട്ട് ജോലിയായിട്ട് നമ്മൾ മാറുകയാണ്. ഒരു ദിവസം ഞാൻ ഏകദേശം ഒരു 5 ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്നൊരു ഡോക്ടറാണ്. അപ്പോൾ ഓരോ ഹൃദയങ്ങളും നമ്മൾ തൊടുമ്പോഴത്തേക്ക് അതിനകത്ത് വൈകാരികമായിട്ടുള്ള വ്യതിയാനങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റായിട്ടൊരു ശസ്ത്രക്രിയയിലേക്ക് എനിക്ക് വരാൻ പറ്റിയെന്ന് വരത്തില്ല. ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ഹൃദയ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ സിക്കായിട്ടുള്ള ഒരു ഹൃദയത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹൃദയം മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ വൈകാരികമായിട്ട് വളരെയധികം ഇൻവോൾവാണ്. അതിൻ്റെ അപജയങ്ങളെപ്പറ്റിയും പരാജയങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾക്ക് അതീതമായിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടർമാർക്കും മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തി മുകളിലുണ്ടെന്നും ആ ശക്തിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തോടുകൂടിയാണ് പലപ്പോഴും ഇതുപോലുള്ള ശസ്ത്രക്രിയകളിലേക്ക് ഞങ്ങൾ പോകുന്നത്. കേരളത്തിൽ ഏറ്റവും തിരക്കുള്ള ഡോക്ടർമാരിൽ ഒരാളാണ് താങ്കൾ. ജൈവകൃഷി
പൊക്കാളി കൃഷി അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ സമയം എങ്ങനെ കണ്ടിരുന്നു? ഏത് ദിവസമായിരിക്കും ഇതിനൊക്കെ വേണ്ടി ചിലവഴിക്കുക സാധാരണ? നമ്മൾ ശരിക്കും ഓരോ വ്യക്തികളെ പറ്റി അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ളൊരു വ്യക്തിയായിരിക്കും ഏറ്റവും കൂടുതൽ ജോലികൾ ചെയ്യുന്നത്. അത് വെറൈറ്റി ഓഫ് ജോബ് ആകാം, അല്ലെങ്കിൽ ജോബിൻ്റെ ക്വാണ്ടിറ്റി ആകാം. ഒരു കൃഷി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു വലിയ കൃഷിക്കാരനായിരുന്നു, ഒരു വൈദ്യനായിരുന്നു. അപ്പോൾ അന്ന് മുതലേ മണ്ണിനോടുള്ള സ്നേഹം, ചെറുപ്പം മുതലേ കൃഷി ചെയ്യുകയും ഈ ജാതി ഇഞ്ചി കച്ചോലം മഞ്ഞളൊക്കെ കൃഷി ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പറമ്പിൽ തൂമ്പായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഐ വാസ് ക്ലോസ് ടു ദ എർത്ത്. നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് സസ്യങ്ങളെ സ്നേഹിക്കുന്നത്. അവർക്ക് ജീവനുണ്ട്, അവർ വളരുന്നത് നമ്മൾ കാണുന്നു, അത് ഫലങ്ങൾ തരുന്നത് കാണുന്നു. അതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇറ്റ്സ് എ പ്രൊഡക്ടിവിറ്റിയാണ്, പോസിറ്റീവായിട്ടുള്ള എനർജി തരുന്നൊരു കാര്യമാണ്. പേഷ്യൻസിനെ ഓപ്പറേഷൻ ചെയ്ത് ജീവനിലേക്ക് കൊണ്ടുപോരുന്നത് പോലെ തന്നെ ഒരു സസ്യം പ്ലാന്റ് ചെയ്യുന്നു, അത് വളരുന്നു, അത് ഫ്രൂട്ട്സ് തരുന്നു. അത് തീർച്ചയായിട്ടും ഒരു റിലാക്സിങ് ഫേസ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തരുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഓരോ ചെടികളിലും തൊടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജാതിക്കായിൽ സ്പർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പച്ചക്കറി പറിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഈസ് വളരെ റിലാക്സിങ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. മണ്ണിൽ നടത്തുന്ന ശസ്ത്രക്രിയ, അത് ഹൃദയത്തോടുള്ള ഒരു കരുതൽ കൂടിയാണോ? പലതരത്തിൽ. ഒന്ന്, നമ്മൾ റിലാക്സ്ഡ് ആവും. രണ്ട്, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. മൂന്ന്, നമ്മൾ തൂമ്പായുമായി ഇറങ്ങുകയാണെങ്കിൽ ഒരു വ്യായാമവുമാകും. തീർച്ചയായിട്ടും നമ്മളൊരു ഫിസിയോളജിക്കലാണ്, നമ്മൾ നേച്ചറിനോടുള്ളൊരു അടുപ്പമാണ്. നമ്മുടെ രോഗത്തിൻ്റെ എല്ലാ പ്രധാന കാരണങ്ങളും നമ്മൾ വി ആർ ഗോയിങ് അവേ ഫ്രം ദ നേച്ചർ. അതാണല്ലോ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വെള്ളം കിട്ടാതെ വന്നപ്പോൾ, കുടിവെള്ളം ഇല്ലാതെ വന്നപ്പോഴത്തേക്കും നമ്മളുടെ നേച്ചറിനോട് ചെയ്യുന്ന അതിക്രമങ്ങളുടെ ഭാഗമായിട്ട് മനുഷ്യന് കിട്ടുന്ന ശിക്ഷയായിട്ടാണ് നമ്മളുടെ ഓരോ വരൾച്ചയും മഴയില്ലായ്മയും ഓരോന്നും നമ്മൾ ചിത്രീകരിക്കുന്നത്. ആ ഭൂമിയോട് അടുക്കുകയും നേച്ചറിനോട്, പ്രകൃതിയോട് നമ്മൾ അടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കൃഷിയെയും അതുപോലത്തുള്ള കാര്യങ്ങളെയും. പിന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന മണ്ണിനെ സ്നേഹിക്കുന്നോ മനുഷ്യനെ സ്നേഹിക്കുന്നോ എന്നുള്ളൊരു വലിയ പ്രിൻസിപ്പിൾ എനിക്കുണ്ട്. ഇഫ് യു ലവ് ദ എർത്ത് യു വിൽ ലവ് ദ ഹ്യൂമൻ ബീയിങ്. അതും ഒരു ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ ഒത്തിരി കർഷകരുമായിട്ട് എൻ്റെ ഒത്തിരി ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, അവരെനിക്ക് അഡ്വൈസ് ചെയ്യാൻ വിളിക്കാറുണ്ട്. അവരെല്ലാം വളരെ നല്ല മനുഷ്യരായിട്ടാണ്, കർഷകരെല്ലാം വളരെ നല്ല മനുഷ്യരാണ്. ബാക്കിയുള്ളൊരു മോശം മനുഷ്യരാണെന്ന് പറയുന്നില്ല. പക്ഷേ അവർക്ക് യാഥാർത്ഥ്യങ്ങളോട് കൂടുതൽ അടുപ്പവും, പ്രശ്നങ്ങളെ കണ്ടും പ്രശ്നങ്ങളെ ടാക്കിൾ ചെയ്തും എല്ലാം ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള സാധാരണക്കാരായ മനുഷ്യരാണ്. അവരാണ് ശരിക്കും നമ്മുടെ സമൂഹത്തെ വാർത്തെടുക്കേണ്ടത്. അങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാനാവുമെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി ഹൃദ്രോഗങ്ങൾ തടയാനാവും. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒത്തിരി സ്പർദ്ധയും പ്രശ്നങ്ങളും അവോയ്ഡ് ചെയ്യാനാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനമായി ഒരു ചോദ്യം കൂടി. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഒരു ബൈപ്പാസോ ഹൃദയമാറ്റമോ ഒക്കെ ഒഴിവാക്കാൻ ഹൃദയത്തെ എങ്ങനെയൊക്കെ കരുതാം? നമുക്കറിയാം, ഹൃദ്രോഗം എന്ന് പറയുമ്പോഴത്തേക്കും ഹൃദ്രോഗ കാരണങ്ങൾ നമ്മൾ പറയുന്ന 6-7 വസ്തുതകളുണ്ട്. അതിൽ കുടുംബ പാരമ്പര്യം എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് നമുക്കൊന്നും ചെയ്യാനാവില്ല. വി ആർ ബോൺ ടു ദാറ്റ് ഫാമിലി. പക്ഷേ നമ്മളുടെ വ്യായാമം, നമ്മളുടെ ഭക്ഷണരീതി, നമ്മളുടെ പുകവലി ഉണ്ടെങ്കിൽ ആ പുകവലി ശീലം മാറ്റുക, നമ്മുടെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. എല്ലാ ദിവസവും ഒരു 20-25 മിനിറ്റ് നേരം നമ്മൾ വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് നടക്കുക, അല്ലെങ്കിൽ ജോഗ് ചെയ്യുക. അതുപോലത്തെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നമ്മൾ ജീവിതശൈലി രോഗമെന്നാണ് ഹൃദ്രോഗത്തെ പറയുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ നമ്മുടെ തിരക്കിനിടയിൽ, അല്ലെങ്കിൽ നമ്മളുടെ അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ ഇടയിൽ നമ്മൾ നമ്മളെ തന്നെ നോക്കാൻ മറക്കുന്ന ഒരു സാഹചര്യം, അത് ഞാൻ ഉൾപ്പെടെ ഉള്ള ഈ സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് തിരിച്ച് നമ്മളുടെ ഒരു നാച്ചുറൽ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനും ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്തൊരു നല്ല രീതിയിലുള്ള ഒരു ഗുഡ് ടൈപ്പ് ഓഫ് ലൈഫ് ലീഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെയുള്ള ഹൃദ്രോഗങ്ങൾ നമുക്ക് ഒട്ടുമുക്കാലും നമുക്ക് തടയാൻ പറ്റും. ഡെഫിനറ്റ്ലി പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വളരെ നന്ദി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. എല്ലാവിധ ആശംസകളും നേരുന്നു. മീറ്റ് ദി എഡിറ്റേഴ്സ് അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി. നമസ്കാരം.